കൂടെ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്റ്റുഡൻസിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കനൽ ഈ നമ്മുടെ NGO പാർട്ട്ണറാണ് സ്വീപ്പിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊജക്ട് എക്സിൻ്റെയും ആൻഡ് സൂപ്പർ 100 പ്രൊജക്റ്റിനെയും കളക്ടർ സൂപ്പർ 100 പ്രൊജക്റ്റിനെയും NGO പാർട്ട്ണറാണ്. അപ്പം നല്ല രീതിയിലാണ് അവർ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ടുള്ള എനിക്കിവിടെ നമ്മുടെ വിമൻസ് ഡേയെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും കാര്യം പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി ഒരിക്കലും പേരിന് വേണ്ടി മാത്രം ഇക്വാലിറ്റിയെ കുറിച്ചല്ല മാത്രം സംസാരിക്കേണ്ടത്. നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ ആസ്പെക്ട്സിലും ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. നമ്മുടെ തോട്ട്സ് തന്നെ, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെ പലതും ബയസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പോലും അറിയാതെ തന്നെ ഒരു ബയസായി വന്നു പോകും. അപ്പോൾ നമ്മൾ എത്ര ഇക്വാലിറ്റിയെ കുറിച്ച് വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ പുറത്ത് പറയുന്നു നമുക്ക് ഇക്വാലിറ്റിയുടെ വിശ്വാസമുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല, ഇക്വാലിറ്റിയാണ് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പലരും മനസ്സിലാകാതെ വരുന്ന കാര്യമാണ് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ടോ നമ്മുടെ കുടുംബത്തിലുള്ള ജീവിതത്തിന്റെ ഭാഗമായി പല ബയസസ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ആ ബയസസ് ആദ്യം കണ്ടെത്താനും ഐഡന്റിഫൈ ചെയ്യാനും അത് നമുക്ക് മാറ്റേണ്ടതാണ് അത്യാവശ്യമുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലാണ് പിന്നെ വരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്ന ഇക്വാലിറ്റി, അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഫൈനലി നമ്മുടെ വർക്ക് പ്ലേസസിലും നമ്മൾ പഠിക്കുന്ന കേന്ദ്രങ്ങളും അവിടെ എല്ലാത്തിലും ഇക്വാലിറ്റി കാര്യം വരേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായി എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു, ജില്ലാ കളക്ടർ നിലയിൽ. അതോടൊപ്പം നമ്മുടെ ഇലക്ഷൻസ് വരുവാണ്, തെരഞ്ഞെടുപ്പ് വരുവാണ്, നമ്മുടെ 2024 ജനറൽ ഇലക്ഷൻസ് പാർലമെന്റിലേക്ക് വരുവാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ വോട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം സാധാരണ രീതിയിൽ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. കഴിഞ്ഞ തവണ നമുക്ക് വോട്ടർ ടേൺ ഔട്ട് 70% മാത്രമേ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവറേജ് 23-24% അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരെണ്ണമാണ് നമുക്ക് സ്ത്രീകളിലെ വോട്ടിംഗ് ടേൺ ഔട്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം, അത് മെച്ചപ്പെടണം. അത് മെച്ചപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സിറ്റി കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇവിടെ 4 മണ്ഡലങ്ങളുണ്ട്: കഴക്കൂട്ടം മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, നേമം മണ്ഡലം ആൻഡ് നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലം. ഈ 4 മണ്ഡലങ്ങളിലുള്ള വോട്ടർ ടേൺ ഔട്ട് അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഇന്നും കൂടെ സ്വീപ്പിൻ്റെ ഭാഗം നടത്തുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് വളരെ സിമ്പിളാണ്, നമുക്കുള്ള അധികാരങ്ങൾ നമുക്ക് പുറത്ത് വരുത്താനും അതിലൊരു മാറ്റം വരുത്താനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്ന ഒരു നമുക്കൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് മാത്രമല്ല, അവരവരുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഇലക്ഷൻസിൽ ഏറ്റവും കൂടുതൽ വോട്ടർ ടേൺ ഔട്ട് ആക്കി മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കണം, എല്ലാവരും ഒരു എഫേർട്ട് എടുക്കണം. ഇവിടെ ഇന്ന് വന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ ഐ തിങ്ക് 18+ ആയിട്ടില്ലല്ലോ, ആയോ? അപ്പോൾ എല്ലാവർക്കും എപ്പിക് കാർഡുണ്ടോ? ഇലക്ട്രൽ റോളിൽ പേര് ചേർത്തിട്ടുണ്ടോ? ആരെങ്കിലും ചേർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞോ? പിന്നെ നിങ്ങൾ ചേർക്കണമല്ലോ. ഈ 2 പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 18 മുതൽ 19 വയസ്സിലുള്ള നിങ്ങളിപ്പം ഈ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ട് ഒരു എക്സ്ട്രോർഡിനറി എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ആൻഡ് ആ ഒരു കാര്യം, ആ ഒരു എക്സസൈസ്, വോട്ടിംഗ് എക്സസൈസ് ചെയ്യണമെന്നാണ് എനിക്കിവിടെ എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ വോട്ടിംഗ് ടേൺ ഔട്ട് നല്ല രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേക ഒരു എഫേർട്ട് എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് വേറൊരു പ്രോഗ്രാമും കൂടെ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, സങ്കൽപ് പത്ര. അതിനർത്ഥം നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളും പേരൻസിനടുത്തും മറ്റേ റിലേറ്റീവ്സിനടുത്തും ഒരു പ്രത്യേകമായിട്ടൊരു അഷുറൻസ് കൊടുക്കേണ്ടതാണ്, ദാറ്റ് അവരും കൂടെ നിങ്ങളുടെ കൂടെ തന്നെ വോട്ട് ചെയ്യും. അതും കൂടെ ഇന്ന് നമ്മൾ അതിനൊരു പ്രാഥമികമായിട്ടുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ ഇന്ന് എടുക്കുവാണ്. അപ്പോൾ ഇതിനു വേണ്ടിയും എല്ലാവരും സഹകരിക്കണം. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം നിർമ്മിച്ചിട്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.